മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർക്കിൻ്റെ രചിച്ച ലെക്ചേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് മെറ്റീരിയൽ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 303-ാമത്തെ എപ്പിസോഡിൽ സ്റ്റാനം മെറ്റാലിക്കം എന്ന അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. ക്ഷയരോഗാവസ്ഥയും ചില നാഡീസംബന്ധമായ സവിശേഷമായ ചില വേദനകളും മാറി മാറി വരുന്നൊരവസ്ഥ, പലപ്പോഴും ജീവന് തന്നെ ഭീഷണി ഉണർത്താവുന്ന ചില അവസ്ഥകളിൽ വളരെയധികം പ്രയോഗസാധ്യതയുള്ളൊരു ഔഷധമാണ് സ്റ്റാനം. ഈ ഭാഗത്ത് ചില ഔഷധങ്ങളുമായി പൾസാറ്റില്ല, ബെലഡോണ, കാൽമിയ, നാട്രമ്യൂർ, കാക്ടസ് തുടങ്ങിയ ഔഷധങ്ങളുമായി ഇതിൻ്റെ ഒരു താരതമ്യവും ഇവിടെ വരുന്നുണ്ട്. ചില സന്ദിഗ്ധാവസ്ഥകളിലൊക്കെ കൃത്യമായൊരു ഔഷധം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില സൂചനകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ അധ്യായത്തിൽ നമുക്ക് പ്രവേശിക്കാം. സ്റ്റാനം ഈസ് എസ്പെഷ്യലി സ്യൂട്ടഡ് ടു പേഴ്സൺസ് ഹു ഹാവ് ലോങ് ബീൻ ഗ്രോയിങ് ഫീബിൾ. കുറെ കാലമായിട്ട് ഇങ്ങനെ ശോഷിച്ച് തളർന്ന് ആകെ അവശതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാലമായിട്ട് ഒരു ദീർഘമായൊരു കാലയളവിൽ ആ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള രോഗികൾ. This is so striking that it may be said that some deep-seated constitutional state must be present. അപ്പോൾ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, ഇയാളുടെ ജീവനെ ആഴത്തിൽ ബാധിച്ചിരിക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുന്ന ഒരു തരത്തിലുള്ളൊരവസ്ഥ. ദർ ഇസ് എ ഹിസ്റ്ററി ഓഫ് ഇൻക്രീസിങ് വീക്ക്നെസ്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷീണം, അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഒരു കുറച്ച് പഴയ ലോങ് ബീൻ എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം. കാച്ചക്സിയ, പേശികൾ ശോഷിച്ചൊരവസ്ഥ. കാറ്റാറൽ കണ്ടീഷൻസ്, കഫം സംബന്ധമായ ഒരു പൊതു സ്വഭാവം അയാൾ കാണാം. ആൻഡ് ന്യൂറാൾജിയ ഡേറ്റിംഗ് ബാക്ക് ഓവർ ഇയേഴ്സ്. വർഷങ്ങളായി നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീസംബന്ധമായ സവിശേഷമായ വേദനകൾ, അതും കഫസംബന്ധമായ പ്രശ്നങ്ങളും ഈ ക്ഷീണിതാവസ്ഥയും എല്ലാം കൂടി ചേർന്ന് വരുന്ന സവിശേഷമായ ഒരു സാഹചര്യമാണ് സ്റ്റാനം മെറ്റാലിക്കത്തിൽ കാണുന്നത്. ദർ ഈസ് സെൻസിറ്റീവ്നെസ് ടു പെയിൻ ആൻഡ് ആൻ ഇൻക്രീസിങ് ആവേർഷൻ ടു ഡൂയിങ് എനിത്തിങ്. ഈ വേദനയോടുള്ള സെൻസിറ്റീവ്നെസ്, വേദന ഇയാളെ കൂടുതലായി ബാധിക്കും. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മടി, ഒരു അലസ സ്വഭാവം, അതിനും ഈ ഒരു വർദ്ധിച്ചു വരുന്നൊരു സ്വഭാവം, ഒരു സ്ഥായിയായിട്ട് ഒരേപോലെ നിൽക്കുന്നതല്ല, ആ ഒരു സ്വഭാവം വർദ്ധിച്ചു വരുന്നു. ആവേർഷൻ ടു ബിസിനസ് ഇൻ എ മാൻ. അമേരിക്കയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും കെൻഡ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഒരു സ്ഥിര ജോലി, സർക്കാർ ജോലി എന്നുള്ളൊരു ആശയം പ്രബലമായ ഒരു സമൂഹമാണിത്. അല്ലെങ്കിൽ ഇതേപോലെ മെഡിക്കൽ പ്രൊഫഷൻ, എഞ്ചിനീയേഴ്സ് പ്രൊഫഷൻ, ലീഗൽ പ്രൊഫഷൻ, അങ്ങനെ ചില പ്രൊഫഷൻസ്. അതായത് ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പൊതു ഒക്കുപ്പേഷനാകുന്നൊരു സാഹചര്യം ഇവിടെ ഇല്ല. അതിപ്പോൾ ക്രമേണ വരുന്നേ ഉള്ളൂ. പക്ഷേ പാശ്ചാത്യ നാടുകളിൽ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ബിസിനസ്സാണ് ഒരു പൊതു ഒക്കുപ്പേഷൻ. കൃഷി അല്ലെങ്കിൽ കൃഷിയാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ, അടിത്തറ, സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ കൃഷിയാണ്. കൃഷിയെ വെച്ചുകൊണ്ടുള്ള വാല്യൂ അഡീഷനിൽ നിന്ന് തുടങ്ങി അങ്ങനെ അങ്ങ് പോകുന്ന വ്യാവസായിക വളർച്ച. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രൈമറി ഒക്കുപ്പേഷൻ പോലെ അവിടെ വരും. വൺ ഓഫ് ദ പ്രൈമറി ഒക്കുപ്പേഷൻസ് അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇവിടെ കെൻഡ് ബിസിനസ് എന്ന് പറയുന്ന അതിനെ നമ്മൾ ചിന്തിക്കാൻ. ആവേർഷൻ ടു ബിസിനസ് ഇൻ എ മാൻ. ഒരു മനുഷ്യനിൽ ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അഭിരുചി അടിസ്ഥാനപരമായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം. ഇവിടെ അതില്ല. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ്സിനോടൊരു ഇഷ്ടക്കേടെന്നുള്ളതിന് അവരെ കൂട്ടിക്കെട്ടരുത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ പൊതുവെ ഏതെങ്കിലും തൊഴിലിനോട് അല്ലെങ്കിൽ ജോലിയോട്, ശമ്പള ജോലിയോടുള്ള ഒരു മടി എന്ന തരത്തിൽ വേണം നമ്മളതിനെ വായിക്കാൻ. ആൻഡ് ഇൻ എ വുമൺ ടു ഗോയിങ് അബൌട്ട് ഹെയർ ഹൗസ് വർക്ക്. സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ വീട്ടുജോലി, അതിലും മാറ്റം വന്നിട്ടുണ്ട്. പാശ്ചാത്യ നാടുകളിൽ പണ്ടേ മാറ്റം വന്നു, ഇവിടെയും മിക്കവാറും ഈ ഒരു തലമുറയോടുകൂടി അതിന് മാറ്റം വന്നു കഴിഞ്ഞു. ഹൗസ് വർക്ക് എന്നുള്ളത് മാറ്റിയിട്ട് പൊതുവെ തൊഴിലുകൾ എന്ന് നമ്മൾ അതിനെ വായിക്കണം. ഓൾവേസ് ടയേർഡ്, എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നു. ഓൾ വർക്ക്സ് ബിക്കം ഇർക്സം. ആ വാക്കിനെ ശ്രദ്ധിക്കും, ഇർക്സം. എന്തുകൊണ്ട് ബിസിനസ്സിനോട്, തൊഴിലുകളോട്, വീട്ടുജോലിയോടൊക്കെ മടി വരുന്നു?
ഈ ജോലികൾ ഇയാളെ ഇർസമാകുന്നു, അയാളെ ശല്യപ്പെടുത്തുന്നു, അനോയിങ് ആവുന്നു. അനോയിങ് എന്നുള്ള വാക്ക്, ജോലി ഒരാളെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. വീട്ടുജോലി ഒരു സ്ത്രീയെ, ഒരു വീട്ടമ്മയെ ശല്യപ്പെടുത്തുന്നു. ആ ഒരവസ്ഥ, അതാണ് ഒരു സ്റ്റാൻമെറ്റാലിക്കത്തിൻ്റെ ഒരു പൊതു സ്വഭാവങ്ങളുടെ ഒരു വശം. ദ കൗണ്ടറൻസ് ബിക്കംസ് ഇൻക്രീസിംഗ്ലി സാലോ. മുഖം മൊത്തത്തിലൊരു വിളറി മഞ്ഞച്ച് അല്ലെങ്കിൽ ഒരു തവിട്ട് നിറം, ആ ഒരു തരത്തിലാകുന്നൊരവസ്ഥ. സാലോ ഫേസ്, മുഖഭാവം അങ്ങനെയാകുന്നു. ഈവൻ ടു എ വാക്സി കാച്ചറ്റിസ്റ്റ് ആസ്പെക്ട്. പൊതുവെ അതും വർദ്ധിച്ചിട്ട് ചിലപ്പോൾ ആകെ ഒരു ശോഷിച്ച് പേശികളൊക്കെ, മാംസമൊക്കെ ഒട്ടിപ്പോയി, എല്ലിനോട് ഒട്ടിപ്പോയിരിക്കുന്നൊരവസ്ഥ വരുന്നു. One who has been growing weaker and develops neuralgia of face, eyes, stomach and intestines, not the shooting, tearing pains often described, but a pain beginning gradually, increasing steadily and then diminishing gradually. അപ്പോൾ സ്റ്റാൻമെറ്റാലിക്കത്തിൻ്റെ ഒരു പൊതുവസ്ഥ പറയുകയാണ്. അപ്പോൾ ആളാകെ വിളറി, ശോഷിച്ചു, വീണ്ടും ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പണിയെടുക്കുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടാണ്, അയാളെ ശല്യപ്പെടുത്തുന്നു. എന്നിട്ട് എങ്ങനെയാണ് അയാൾക്ക് ഒരുതരം ന്യൂറാൾജിക് പെയിൻസ് അയാളിൽ വരുന്നു, ശോഷിച്ച ശേഷം വരുന്നു. അതെങ്ങനെയാണ്? ആ പെയിൻ്റെ സ്വഭാവം അത് എല്ലായിടത്തും ഉണ്ട്. വയറ്റിൽ, കണ്ണിൽ, മുഖത്ത് ഒക്കെ ഉണ്ട്. ഷൂട്ടിംഗ് നേച്ചർ, ടിയറിങ് പെയിൻസ്, അയാൾ വലിച്ചു കീറുന്ന തരത്തിലുള്ള വേദന. ആ വേദനയുടെ പൊതു സ്വഭാവം, അതിൻ്റെ മൊഡാലിറ്റി എന്ന് പറയുന്നത് സാവകാശം വർദ്ധിച്ച് സാവകാശം കുറയുന്നു. സാവകാശം വർദ്ധിച്ചു വരുന്നു, സാവകാശം തന്നെ കുറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കാലയളവിനെക്കുറിച്ചും ചില താരതമ്യങ്ങളെക്കുറിച്ചും പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പൊതു നേച്ചറാണ് സാവകാശം വർദ്ധിക്കുന്നു, സാവകാശം കുറയുന്നു. ദ പെയിൻ സംടൈംസ് ബിഗിൻസ് വിത്ത് സൺറൈസ്. ചിലപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ തുടങ്ങാം. അപ്പോൾ സൂര്യൻ ഉദിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് അമേരിക്കയിലൊരു അവസ്ഥയിലാണ് പറയുന്നത് കേട്ടോ. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് മേ ബിഗിൻ അറ്റ് എനി ടൈം. ഏത് സമയത്തും തുടങ്ങാം, സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ആകണമെന്നില്ല. ആസ് ഓഫൺ അറ്റ് 10 AM. പൊതുവെ ഒരു 10 മണിക്ക് തുടങ്ങുന്നു എന്ന് വെക്കുന്നു. 10 മണി എന്ന് പറയുന്നൊരു നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ജോലിയൊക്കെ തുടങ്ങുന്നൊരു സമയം. ആൻഡ് ഇൻക്രീസിങ് ഫോർ 10 or 20 minutes. എന്നിട്ട് 10-20 മിനിറ്റ് അതിങ്ങനെ ക്രമേണ വർദ്ധിച്ചു വരുന്നു. ദെൻ ഗ്രാജുവലി ഡിക്രീസ് അണ്ടിൽ ഗോൺ. പിന്നെ പതുക്കെ സാവകാശം കുറഞ്ഞ് പോകുന്നു. 10 മണിക്ക് തുടങ്ങിയാൽ 11 മണി വരെ നിൽക്കുമെന്ന് നമുക്ക് ഏകദേശം കണക്കൂട്ടാം. എ ഫ്യൂ അതർ റെമഡീസ് ഹാവ് ദി സൺ ഹെഡ് ഏക്സ്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു തലവേദന പലതിലും ഉണ്ട്. അപ്പോൾ സൂര്യോദയത്തിൻ്റെ അസ്തമയത്തിൻ്റെയൊക്കെ സമയം പലയിടത്തും മാറി മാറിയേക്ക് വരും. അപ്പോൾ അതിന് നമ്മൾ കണക്കാക്കേണ്ട, നമ്മളിവിടെ ഒരു 6-6:30 മാക്സിമം 7 മണിക്കകം കേരളത്തിൽ സൂര്യോദയം നടന്നു കഴിയും. ഒരു 6 മണിക്ക് മുമ്പൊക്കെയുള്ള അസ്തമയവും ഇല്ല. പക്ഷേ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോഴേക്കും അത് മാറും, വൈകി ഉദിക്കും, നേരത്തെ അസ്തമിക്കുന്ന സാഹചര്യം, വിശേഷം വിൻ്ററിൽ അങ്ങനെ വരും. ഇനി മറ്റ് ഔഷധങ്ങൾ. കാൽമിയ ഹാസ് എ സിമിലർ ഹെഡ് ഏക്ക്, നോട്ട് സോ റെഗുലർലി ഇൻക്രീസിങ് ആൻഡ് ഡിമിനിഷിങ്. കാൽമിയുടെ കാര്യത്തിൽ ഈ ക്രമമായിട്ട് വർദ്ധിക്കുകയും ക്രമമായിട്ട് കുറയുകയും ചെയ്യില്ല, അവിടെ വ്യത്യാസമുണ്ട്. ബട്ട് എസ്പെഷ്യലി വേഴ്സ് അറ്റ് ന്യൂൺ. കാൽമിയ പലപ്പോഴും ഉച്ചക്കാണ് ഏറ്റവും അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലെത്തുന്നത്. കാക്ടസ് ഹാസ് എ സൺ ഹെഡ് ഏക്ക്. കാക്ടസിനുണ്ട്. നാട്രമ്യൂർ ഹാസ് നെവർ ബീൻ നോൺ ടു കോസ് ഇറ്റ്. നാട്രമ്യൂർ നേരത്തെ കെൻറ്റിൻ്റെ ഒരു കാലത്താണ് പറയുന്നത്, അതിന് മുമ്പ് അധികം കേട്ടിട്ടില്ല. ബട്ട് ഹാസ് ക്യൂർഡ് ഇറ്റ്. എങ്കിലും ഈ ഒരു അവസ്ഥകളെ നാട്രമ്യൂറും സുഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ബിഗിനിങ് അറ്റ് 10 AM, 10 മണിക്ക് തുടങ്ങിയിട്ട്, ആൻഡ് വേഴ്സ് ഫ്രം 2 to 3 PM, ഉച്ചയ്ക്ക് ശേഷം 2-നും 3-നും മണിക്കുമൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു. സാങ്കിനോറിയ ഹാസ് ഹെഡ് ഏക്ക് കമ്മിങ് ആൻഡ് ഗോയിങ് വിത്ത് ദ സൺ. സാങ്കിനോറിയുടെ കാര്യത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മുതൽ ഉച്ചസ്ഥായി വരെ കൂടുന്നു, പിന്നെ ഡിമിനിഷിങ് സണ്ണിനനുസരിച്ച് കുറയുന്നു. അപ്പോൾ അങ്ങനെ വേദനയുടെ ഒരു ക്രമം പല ഔഷധങ്ങളിലും പലതരത്തിൽ വരും. സ്റ്റാനത്തിൽ ഒരു 10 മണിക്ക് തുടങ്ങി 10-20 മിനിറ്റ് കൂടുന്നു, പിന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് കുറഞ്ഞു പോകുന്നു. തൈസിക്കൽ ടെൻഡൻസി ഓഫ് സ്റ്റാനം ഈസ് ക്ലോസ്ലി അലൈഡ് ടു ദ ന്യൂറാൾജിയ. ഇതിലാണൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഈ ക്ഷയരോഗ സംബന്ധമായ ആ ഒരു സ്വഭാവം, അതും ഈ ന്യൂറാൾജിക് പെയിൻസുമായിട്ടുള്ളൊരു ബന്ധം. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ ഈ ക്ഷയരോഗവും മാനസിക പ്രശ്നങ്ങളും, മാനസിക വിഭ്രാന്തി,
ഭ്രാന്തും ഒക്കെ ആയിട്ടുള്ളൊരു ഓൾട്ടർനേഷൻ. ഏതാണ്ട് അതേപോലെ ഇവിടെ ഒരു മാനസിക വിഭ്രാന്തിയുടെ സ്ഥാനത്ത് ഇവിടെ ന്യൂറാൾജിക് പെയിൻസ് ആണ്. ദിസ് പേഷ്യന്റ് സെറ്റിൽ ഡൗൺ ഇൻ ടു എ ന്യൂറാൾജിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഡെപ്പോസിറ്റ് ഓഫ് ട്യൂബർക്കുലോസിസ് ഈസ് പോസ്റ്റ്പോൺഡ്. അപ്പോൾ ഇവരിൽ ഇവിടെ ന്യൂറാൾജിക് പെയിൻസിൽ ഇയാൾ സെറ്റിൽ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ, അതായത് എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ന്യൂറാൾജിക് പെയിൻസ്, അതായത് വൺ സൈഡഡ് മെഡിസിൻസ്, ഇപ്പോൾ ഹോമിയോപ്പതി ആണെങ്കിലും പാർഷ്യലി സിമിലർ ഔഷധങ്ങൾ, അല്ലെങ്കിൽ അലോപ്പതിക്ക് പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാറ്റിയാൽ പ്രശ്നമാണ്. മാറ്റിയില്ലെങ്കിൽ, മാറ്റാതെ ഈ വേദനകൾ അങ്ങനെ സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ട്യൂബർക്കിൾസിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സംഭവം അത് പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. ഇല്ലാതാകുന്നതല്ല, പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. ബട്ട് മോസ്റ്റ് ഓഫ് ദം ദെൻ സീക്ക് പാലിയേഷൻ. പക്ഷേ പൊതുവെ അങ്ങനെയല്ല. അന്നും ഇന്നും ഈ വേദന സഹിച്ചു നിൽക്കാൻ പൊതുവെ മനുഷ്യർക്ക് പറ്റില്ല. അപ്പം അതിന് പാലിയേറ്റ് ചെയ്യും, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കും, അല്ലെ പാർഷ്യലി സിമിലർ മെഡിസിൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? ഹാസനിങ് ടു ദ എൻഡ്. ആൾ അന്ത്യത്തിലേക്ക് എടുക്കുക ചെയ്തു, ആളുടെ മാരകാവസ്ഥകൾ. ദ സ്റ്റാനം ന്യൂറോളജി ഈസ് സപ്രസ്ഡ്. വി വിൽ സീ തൈസിസ് മേക്കിംഗ് ഇറ്റ്സ് അപ്പിയറൻസ്. അവിടെ ക്ഷയം മുഖം കാണിക്കും, ക്ഷയം തലപൊക്കും. പർട്ടിക്കുലർലി തൈസിസ് പിറ്റിറ്റോസ, കഫം തുപ്പുന്ന, വല്ലാതെ കഫമൊക്കെ വർദ്ധിക്കുന്ന അവസ്ഥ. നേച്ചർ സീംസ് ടു ബി ഏബിൾ ടു ത്രോ ഓഫ് എഫക്ട്സ് ത്രൂ മ്യൂക്കസ് ഡിസ്ചാർജസ്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസം, പ്രകൃതിയുടെ ഒരു പൊതു അവസ്ഥ, ശരീരത്തിലുള്ള മാലിന്യങ്ങളെ കഫം വഴി പുറന്തള്ളാനൊരു ടെൻഡൻസി അതുണ്ടാകും. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഇഫ് ദ ന്യൂറോളജി ഈസ് നോട്ട് പെർമിറ്റഡ് ടു ഹാവ് സ്വേ, ദ പേഷ്യൻറ്റ് ബിക്കംസ് ഓവർ സെൻസിറ്റീവ് ടു കോൾഡ്. അപ്പോൾ ഈ ന്യൂറാൾജിയക്ക്, അതായത് ന്യൂറാൾജിക് പെയിൻസിന്, ആ വേദനകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് ആ വ്യക്തിയുടെ ജീവനിൽ പ്രവർത്തിക്കാൻ ഒരവസരം കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്തില്ലെങ്കിൽ അയാൾ എന്താ സംഭവിക്കുക? അയാൾ ഒരു ക്ഷയരോഗത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് മാറും. അതിൻ്റെ ആ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഓവർ സെൻസിറ്റീവ് കോൾഡ്, തണുപ്പിനോട് അമിതമായ സംവേദനക്ഷമത വരുന്നു. ടേക്സ് കോൾഡ് ഈസിലി. പൊതുവെ ക്ഷയരോഗികൾക്ക് വരും, തണുപ്പടിച്ചാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, ചുമക്കുന്നു, രാത്രിയും വെളുപ്പിനുമൊക്കെ വല്ലാതെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വെൻ ലെറ്റ് അലോൺ every cold settled in the nerves and every draft caused neuralgia about the eyes, sensitive to every change in the weather, the hydrogenoid constitution of Novgorod. അതായത് ഇവിടെ മറ്റൊരു വിഷയം കെൻറ്റ് പതുക്കെ കൊണ്ടുവരികയാണ്. ന്യൂറാൾജിക് പെയിൻസിനെ സപ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാലിയേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെ വരുമ്പോൾ അതിനെ അങ്ങനെ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ കോൾഡ്, ഈ തണുപ്പടിക്കൽ ശ്വാസകോശത്തിൽ പോയി അടിഞ്ഞിട്ട് ഒരു ലൈഫ് ത്രട്ടനിങ് കണ്ടീഷൻ വരുന്നതിന് പകരം ഒരു ഹൈഡ്രജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാനത് മനസ്സിലാക്കിയത് ഷൂസ്ലേഴ്സ് 12 ടിഷ്യൂ റെമഡീസ് എന്നുള്ള പുസ്തകം, ടിഷ്യൂ റെമഡിയൊക്കെയുള്ള പുസ്തകം. അതിൽ നാറ്റ്സെൽഫിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഹൈഡ്രജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത്, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അന്ന് നെറ്റും കാര്യങ്ങളില്ലാത്ത കാലഘട്ടമാണല്ലോ, വാട്ടർ മോളിക്യൂൾസ് സെൽസിൽ കൂടുതലൊരവസ്ഥ എന്നാണ് ഞാനതിൽ മനസ്സിലാക്കിയത്. അവിടെ നാറ്റ്സെൽഫ് അതിനെ സെൽസിൽ നിന്ന് പുറന്തള്ളുന്ന പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ സൗഖ്യപ്പെടുന്നു. ഒരുപാട് കേസുകളിൽ വെറ്റ് വെതറിനോട് സെൻസിറ്റീവായിട്ടുള്ള കണ്ടീഷൻ, ഇപ്പം മഴ കൊണ്ട് കഴിഞ്ഞാൽ, നനഞ്ഞു കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങൾ വരുന്നൊരവസ്ഥയിൽ നാറ്റ്സെൽഫ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ചില അലർജിയുടെ അവസ്ഥകൾ, തണുപ്പിനോടും വെള്ളത്തോടൊക്കെ ഉള്ള അലർജി, വെറ്റ് വെതറിനുള്ള അലർജി, അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്മാറ്റിക് കണ്ടീഷനൊക്കെ നാറ്റ്സെൽഫ് ഭംഗിയായിട്ട് ബയോകെമിക്കലി പ്രവർത്തിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ നെറ്റിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാനിത് ഈ ഗ്രൗഗോളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഉണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോൾ അവരുടെ കയ്യിലൊക്കെ ആ പുസ്തകമുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്, ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു ക്ലർക്കിൻ്റെ ഒരു പുസ്തകം. ഇപ്പോൾ അതിന് PDF നെറ്റിൽ കിട്ടും. നേരത്തെ അതൊരു പുസ്തകമായിട്ട് പ്രിൻ്റഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന ഈ ഹൈഡ്രജനോട് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അതിൽ ഒരു 5 പേജുകളായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ തണുപ്പിനോടും വെള്ളത്തിനോടും ഒക്കെ ഉള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് അതിലൊരു വിഷയം. അതൊരു ഗൊണോറിയൽ നേച്ചറുള്ള സംഭവം, ഒരു സൈക്കോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നൊരവസ്ഥ.
അപ്പം ആ ഒരു അവസ്ഥയിൽ അത് നിൽക്കും. ഈ വേദനകളെ അതിൻ്റെ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ. അല്ലെങ്കിലോ അതിനെ സപ്രസ് ചെയ്താലോ പാലിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ അത് നേരെ പോയി ശ്വാസകോശത്തിൽ വീഴും. വളരെ ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ, ക്ഷയരോഗത്തിന് തന്നെ ഗുരുതരമായ പ്രശ്നങ്ങൾ കെൻ്റ് തുറന്നു പറയുന്നുണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, ബട്ട് വെൻ പാലിയേറ്റഡ് ഇൻ എനിവേ ബൈ ക്യുനീൻ, അങ്ങനത്തെ രീതി ക്യുനീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാലിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ആൻഡ് ഇനപ്രോപ്രിയേറ്റ് ഹോമിയോപ്പതിക് റെമഡീസ്, അനുചിതമായ ഹോമിയോപ്പതിക് ഔഷധങ്ങൾ സിമിലിമോ അല്ലാതെ അല്ലെങ്കിൽ ഒരു പരമാവധി സിമിലർ അല്ലാതെ ഉള്ള പാർഷ്യലായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാലിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ ദാറ്റ് ഹാവ് ദ ടെൻഡൻസി ടു ക്യാച്ച് കോൾഡ് ഇൻ ദ ചെസ്റ്റ്, അതായത് ചെസ്റ്റിൽ പോയി തണുപ്പടിക്കാൻ സാധ്യതയുള്ള ഫോസ്ഫറസ്, ലൈക്ക് ഫോസ്ഫറസ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഔഷധങ്ങളൊക്കെ അതിൻ്റെ ഒരു സിമിലിമം നോക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ ഹി ആഫ്റ്റർ എ വൈൽ ഡസ് നോട്ട് ഗെറ്റ് ഓവർ ഹിസ് കോൾഡ്. കുറച്ച് കഴിഞ്ഞാൽ അയാൾ ഈ തണുപ്പിൻ്റെ പിടിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടില്ല, തണുപ്പിൻ്റെ പിടികൾ പെട്ടുപോകും. ബട്ട് ദർ ഇസ് എ കണ്ടിന്യൂസ് കാറ്റർ ഓഫ് ദ ചെസ്റ്റ് ആൻഡ് ലേറ്റർ ഹി വിൽ ഡൈ. നെഞ്ചിലെ ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നത്തിലേക്ക് അയാൾ പോയി വീഴും, അയാൾ മരിക്കും. ഓഫ് മിലിറ്ററി ട്യൂബർക്കുലോസിസ്. മിലിറ്ററി ട്യൂബർക്കുലോസിസ് വളരെ മാരകമായിട്ടുള്ള രക്തത്തിനും മറ്റുമൊക്കെ ക്ലോട്ട്സും മറ്റുമൊക്കെ വന്നിട്ട് അത് ശ്വാസകോശത്തിൽ അല്ലെ തലച്ചോറിലൊക്കെ പോയി അടിഞ്ഞിട്ട് വളരെ മരണത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. സ്റ്റാനം ഈസ് യൂസ്ഫുൾ ഇൻ വാർഡിങ് ഓഫ് തൈസിസ് ആൻഡ് ഈസ് എ വണ്ടർഫുൾ പാലിയേറ്റീവ് ഇൻ ദ ഡിസീസ്. അപ്പം അങ്ങനെ ഈ ന്യൂറാൾജിക് പെയിൻസ്, തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂറാൾജിക് പെയിൻസിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അത് തെറ്റായ ഹോമിയോപ്പതി പ്രയോഗമായാലും ശരി മറ്റെന്തെങ്കിലും പ്രയോഗമായാലും ശരി, അങ്ങനെ തെറ്റായ രീതിയിൽ അതിനെ സപ്രസ് ചെയ്തിട്ട് ആ ടെൻഡൻസി ശ്വാസകോശത്തിലേക്ക് അല്ലെ കഫസംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് അത് വഴിതിരിഞ്ഞു പോയാൽ മാരകമായിട്ടുള്ള ക്ഷയരോഗത്തിൻ്റെ അവസ്ഥാഭേദങ്ങളിലേക്ക് രോഗി എത്തുകയും അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നൊരവസ്ഥയിൽ സ്റ്റാനം ആ രോഗിയെ അതിൽ നിന്ന് മാറ്റും. ഒരു തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഒരു പാലിയേഷനെങ്കിലും അയാൾക്ക് കൊടുക്കും. വാർഡിങ് ഓഫ് തൈസിസ്, ആ ക്ഷയത്തിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ പാലിയേറ്റീവ് ഇൻ ദാറ്റ് ഡിസീസ്. അവിടെ വലിയൊരു പാലിയേറ്റീവായിട്ട് അത് വർക്ക് ചെയ്യും. ദ പെയിൻ ഹാസ് ബീൻ ലൈക്കൻ ടു ദ പുള്ളിങ് ഓഫ് എ സ്ട്രിങ്. അപ്പോൾ ഈ സ്റ്റാനത്തിൻ്റെ ന്യൂറോളജി പെയിൻസിനെയാണ് എനിക്ക് എൻ്റെ വിശദീകരിക്കുന്നത്. ഒരു സ്ട്രിങ്, ഒരു തന്ത്രി, ഒരു കമ്പി അതിനെ വലിക്കുന്ന പോലെ ഗ്രാജ്വലി ഇൻക്രീസിങ്, ക്രമേണ വർദ്ധിക്കുന്നു, ഗ്രാജ്വലി ലെറ്റിങ് അപ്പ്, വിടുമ്പോൾ ക്രമേണ വിട്ടുപോകുന്നു. ഇനി ചില താരതമ്യങ്ങളാണ്. ദ പൾസാറിലെ പെയിൻസ് സംവാട്ട് സിമിലർ ടു ഫസ്റ്റ് ഹാഫ്. ഗ്രാജ്വലി ഇൻക്രീസിങ് എന്നുള്ളതുമായിട്ട് നോക്കുമ്പോൾ പൾസാറിൽ യോജിക്കും. പക്ഷേ അത് ഗ്രാജ്വലി ഇൻറ്റൻസ് ആവും. ബട്ട് സഡൻലി ലെറ്റ്സ് അപ്പ് വിത്ത് എ സ്നാപ്പ്. പൾസാറിലെ പെട്ടെന്ന് ആ തന്ത്രി പൊട്ടിപ്പോവും, ആ കമ്പി പൊട്ടിപ്പോവും. ആ ക്രമേണ വർദ്ധിച്ച് ക്രമേണ കുറയലല്ല, അങ്ങനെ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തിപ്പോവും. കംസ് ഗ്രാജ്വലി ആൻഡ് സ്റ്റോപ്പ് സഡൻലി. ക്രമേണ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നിന്ന് പോവും. റിമെമ്പർ വാട്ട് ഈസ് സെഡ് അബൌട്ട് ദ ബെൽഡോണ. ബെൽഡോണയുടെ കാര്യത്തിൽ ബെൽഡോണ പെയിൻ, ഇറ്റ് കംസ് സഡൻലി, പെട്ടെന്ന് കത്തിക്കയറുന്നു. ആൻഡ് റീച്ചസ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി അറ്റ് വൺസ്, പെട്ടെന്നത് അതിൻ്റെ അറ്റത്തേക്ക് രൂക്ഷതയിലേക്ക് എത്തുന്നു. വേർ ഇറ്റ് മേ റിമെയിൻ ഫോർ അവേഴ്സ്, എന്നിട്ട് അവിടെ മണിക്കൂറുകളോളം നിലനിൽക്കുന്നു. ബട്ട് സീസസ് സഡൻലി, പെട്ടെന്ന് പോകുന്നു. അപ്പോൾ ബെൽഡോണയാകുമ്പോൾ പെട്ടെന്ന് കയറി വരുന്നു, ആ കയറിയ അവസ്ഥയിൽ ഇങ്ങനെ മണിക്കൂറോളം നിൽക്കുന്നു, പെട്ടെന്ന് താഴുന്നു. അത് ബെൽഡോണ. ദ സ്റ്റാനം പെയിൻ ഈസ് അറ്റ് ടൈംസ് സോ സീവിയർ ദാറ്റ് ദർ ഈസ് എ ത്രോബിങ് പൾസേറ്റിംഗ് ഇന്റർമിംഗിൾഡ് വിത്ത് ഇറ്റ്. അപ്പോൾ സ്റ്റാനത്തിൻ്റെ കാര്യത്തിൽ ഇൻറ്റൻസിറ്റിയൊക്കെ ഉണ്ട്, അതിനോട് ത്രോബിങ്, വിങ്ങുന്ന, വല്ലാതെ വിങ്ങുന്ന വേദനകളും ഈ വിങ്ങലും ഒക്കെ വേദനയോടൊപ്പം ചേർന്ന് വരും. ആൻഡ് ദ മൈൻഡ് സീം സ്റ്റണ്ട്, മനസ്സാകെ സ്തംഭിച്ചു പോകുന്നൊരവസ്ഥ വരും. മനസ്സ് സ്തംഭിച്ചു പോകുന്നു, സ്റ്റണ്ടായി പോകുന്നു, ആ വേദനയുടെ അവസ്ഥ ഉണ്ട്. പക്ഷേ ചുരുങ്ങിയ സമയം 10-20 മിനിറ്റ് കൊണ്ട് വർദ്ധിച്ചു വരുന്നു, 10-20 മിനിറ്റ് കൊണ്ട് അത് കുറഞ്ഞും പോകുന്നു. അത് പൾസാറ്റിലയിൽ നിന്നും ബെൽഡോണയിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ത്രോബിങ് വരുന്നുണ്ട്, മനസ്സ് ഇൻവോൾവ് ആകുന്നു, മനസ്സാകെ സ്റ്റണ്ടായി പോകുന്നു. അങ്ങനെ വളരെ രസകരമായി പഠിക്കാവുന്ന
ഒരു ഔഷധമാണത്. അപ്പോൾ ഈ ഹൈഡ്രജനോട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നിങ്ങൾ ഇതിനകം പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനീ പറഞ്ഞ ക്ലർക്കിൻ്റെ പുസ്തകം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഞാനിപ്പോൾ നോക്കി, അതിലുണ്ട് 25-ാമത്തെ പേജ് മുതലാണ് മറ്റാണ് 4-5 പേജുകൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ഗുണോറിയമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പം അങ്ങനെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. ഔഷധങ്ങളുടെ പ്രയോഗം, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൻ്റെ ഉപയോഗം വളരെ സങ്കീർണമായ രോഗാവസ്ഥകളിൽ പലയിടത്തൊക്കെ പോയിട്ട് പലപ്പോഴും ഹോമിയോപാത്തിൻ്റെ അടുത്ത് വരുന്നത് പല ചികിത്സകളൊക്കെ നടത്തിയിട്ട് ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥകളാണ്. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങ് ഒരു ഈസി വാക്ക് ഓവർ നമുക്ക് കിട്ടില്ല. ആ രോഗാവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ അത് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. സോറയും സിഫിലിസും സൈക്കോസിസും ഒക്കെ കൂടി കലർന്നു കിടക്കുന്നതായിരിക്കാം. അപ്പോൾ ഏതിനെ ആദ്യം ടാക്കിൾ ചെയ്യണം, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ടാക്കിൾ ചെയ്യണം, ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആദ്യം കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്താലേ രോഗശാന്തിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, ഗുരുതരമായ മാരക രോഗാവസ്ഥകളിലൊക്കെ. അപ്പോൾ ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് വസ്തുതയിൽ വളരെ രസകരമാണത്. ആ ഒരു താല്പര്യത്തോടുകൂടി ഇത്തരം മാസ്റ്റേഴ്സിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് വളരെ രസകരമാണത്. ഞാനിപ്പോൾ പല ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് പല സുഹൃത്തുക്കളുമായിട്ട് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എൻ്റെ ബാല്യകാല സുഹൃത്ത് ഡോക്ടർ ഷെണായി 8 രൂപയ്ക്ക് വാങ്ങി ഈ പുസ്തകം, ക്ലർക്കിൻ്റെ ഈ പുസ്തകം, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ചുള്ള പുസ്തകം. അതിൽ കൂടുതലും പ്രിഫറൻസ് ഈ ഒരു ഓതറെ കുറിച്ചാണ്. അത് എങ്ങനെ ഉച്ചരിക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. GRAUVOGL, ഗ്രൗൾ ചിലപ്പോൾ അങ്ങനെ വല്ലതായിരിക്കും ഉച്ചാരണം, ഞാൻ ഉച്ചാരണം നോക്കിയില്ല. ആ ഒരു ഫിസിഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള ആ ഒരു 3 തരം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ക്ലർക്കിൻ്റെ പുസ്തകമാണത്. അത് നെറ്റിലുള്ളത്, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഭാഗങ്ങൾ വായിക്കുക. അങ്ങനെയൊക്കെ സിലബസ്, ഈ പുസ്തകം നിങ്ങളുടെ സിലബസിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പുസ്തകം തന്നെ സിലബസിലില്ലാത്തതാണ്. അപ്പോൾ സിലബസിൽ ഉള്ളതും ഇല്ലാത്തതുമായ പുസ്തകങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് ശരിക്കും ഗ്രഹിച്ച് അതിൻ്റെ സൂചനകൾ ഉചിതമായി നിങ്ങൾ റെഫർ ചെയ്യുന്ന പുസ്തകത്തിൽ എവിടെയെങ്കിലുമൊക്കെ മാർജിനിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് ശരിയായത് ചിന്തിച്ച് ഒരു രോഗി, സങ്കീർണമായ രോഗാവസ്ഥയുള്ള ഒരു രോഗി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ അതൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് രോഗിയെയും ഔഷധത്തെയും കുറിച്ച് പഠിച്ച് രോഗിയെക്കുറിച്ച് പഠിച്ച ശേഷം റെപ്പർട്ടറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഔഷധങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് താരതമ്യം ചെയ്ത് മെറ്റീരിയ മെഡിക്കയും ഇതേപോലുള്ള തിയറട്ടിക്കൽ ഗ്രന്ഥങ്ങളുടെയൊക്കെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ഹോമിയോപ്പതി പ്രാക്ടീസ് ഒരു ആസ്വാദ്യകരമായ ഒരു അനുഭവമാണ്. സങ്കീർണമായ രോഗാവസ്ഥയിലുള്ളവരെ രോഗശാന്തിയിലേക്ക് നയിക്കുക, അതിൽ നിന്ന് കിട്ടുന്നൊരു സംതൃപ്തി മറ്റൊരു പ്രൊഫഷനും തരാനാവാത്ത സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം പേരും പ്രസിദ്ധിയും സമ്പത്തും എല്ലാം ഒപ്പം വന്നുകയും ചെയ്യും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ വളരെ മനോഹരമായ വിവരങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.